സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ 65ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കും. പ്രിസൈഡിംഗ് ബിഷപ്പ് ഡോക്ടർ തോമസ് ഏബ്രഹാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ 65ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവല്ല മഞ്ഞാടിയിലെ സഭ ആസ്ഥാനത്തെ ബിഷപ്പ് ഏബ്രഹാം നഗറിൽ തയ്യാറാക്കിയ പന്തലിൽ നടക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 25 വൈകിട്ട് 6:30 പ്രിസൈഡിംഗ് ബിഷപ്പ് ഡോക്ടർ തോമസ് ഏബ്രഹാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ് ഡോക്ടർ ഏബ്രഹാം ചാക്കോ അധ്യക്ഷത വഹിക്കും. ബിഷപ്പ് ഡോക്ടർ CV മാത്യു, റവറൻ ഡോക്ടർ അശോക് ആൻഡ്രൂസ്, ബ്രദർ ജോർജ് ഫിലിപ്പ്, റവറൻ ജെറീഷ് വർഗീസ്, റവറൻ ഡോക്ടർ പ്രകാശ് ഏബ്രഹാം മാത്യു എന്നിവരാണ് മുഖ്യപ്രസംഗകർ. പ്രതിനിധി സഭ അധ്യക്ഷൻ റവറൻ ഡോക്ടർ ജോൺ മാത്യു, ബിഷപ്പ് ഡോക്ടർ MK കോശി, ബിഷപ്പ് ഡോക്ടർ TC ചെറിയാൻ, ബിഷപ്പ് AI അലക്സാണ്ടർ, വികാരി ജനറൽമാരായ റവറൻ TK തോമസ്, റവറൻ CK ജേക്കബ് എന്നിവർ വിവിധ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. 65ാമത് കൺവെൻഷൻ ജനുവരി മാസം 25-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്നതും ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വചനോത്സവമാണ് ഇവാഞ്ചലിക്കൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ജനറൽ കൺവെൻഷൻ. എല്ലാ വർഷങ്ങളും ഈ കൺവെൻഷൻ നടക്കാറുണ്ട്. ഈ വർഷത്തിൽ അതിൻ്റെ തിങ്കളാഴ്ച 26-ാം തീയതി സഭയുടെ ജന്മദിനമാണ്. ജനുവരി 26 സഭാദിന സ്തോത്ര കാഴ്ച, സ്തോത്ര ശുശ്രൂഷ ആ ദിവസം നടക്കുന്നതാണ്. സഭയിലെ എല്ലാ ബിഷപ്പുമാരും പട്ടക്കാരും സുവിശേഷകർ സേവിനിമാർ സഭാ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേക സുദിനമാണ് സഭയുടെ ജന്മദിന ദിവസമായ ജനുവരി 26. അന്ന് രാവിലെ 8:30 മണിക്ക് ദേശത്തോടുള്ള ബഹുമാനപൂർവ്വം പതാക ഉയർത്തലുണ്ട്. റിപ്പബ്ലിക് ദിനമാണല്ലോ. ഭാരതത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന അവിടെ നടക്കും. അതിനുശേഷം 9:30 മണിയോടുകൂടിയാണ് സഭാദിന സ്തോത്ര ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12-ഓടുകൂടെ തീരുന്ന അന്ന് സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഏബ്രഹാം ബിഷപ്പ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ഈ വർഷത്തെ കൺവെൻഷനിൽ ദൈവവചനം സംസാരിക്കുന്നവർ പ്രധാനമായി പ്രസംഗിക്കുന്ന റവറൻ ഡോക്ടർ അശോക് ആൻഡ്രൂസ് ആണ്. കൽക്കട്ടയിൽ നിന്ന് വരുന്നതാണ്. അദ്ദേഹമാണ് എല്ലാ ദിവസവും നടക്കുന്ന വേദ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. 26 രാവിലെ 9:30 സഭാദിന സ്തോത്രാഴ്ച ശുശ്രൂഷയും സമ്മേളനവും നടക്കും. ചൊവ്വ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ 8:30 വരെ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിന് റവറൻ ഡോക്ടർ അശോക് ആൻഡ്രൂസ് നേതൃത്വം നൽകും. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ 10-നും ഉച്ചയ്ക്ക് ശേഷം 2-നും സഭയിലെ പ്രവർത്തകരുടെയും മിഷണറിമാരുടെയും യോഗം നടക്കും. ബുധനാഴ്ച രാവിലെ 10-ന് സഭയിലെ സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന വൈദികർ, സുവിശേഷകർ, സേവിനിമാർ എന്നിവർക്കുള്ള ആദരവ് നടക്കും. ദിവസവും രാവിലെ 9:30 മുതൽ 10 വരെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 7:30 സഭയിലെ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ തിരുവത്താഴ ശുശ്രൂഷയും നടക്കും. തുടർന്ന് സുവിശേഷ പ്രവർത്തന ബോർഡിന്റെ മിഷണറി യോഗവും സമാപന സമ്മേളനവും നടക്കും. ജനറൽ കൺവീനർ സഭാ സെക്രട്ടറി സജി മാത്യു, പ്രതിനിധി സഭാ ഉപാധ്യക്ഷൻ KO രാജിക്കുട്ടി, വൈദിക ട്രസ്റ്റി റവറൻ സജി ഏബ്രഹാം, ആത്മായ ട്രസ്റ്റി പ്രൊഫസർ ഏബ്രഹാം ജോർജ്, പബ്ലിസിറ്റി കൺവീനർ റവറൻ ഷിജു മാത്യു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.